ഹലോ ഗൈസ്, INFJ മെയിൽസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് INFJകൾ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു പ്രത്യേകതയെ കുറിച്ചിട്ട്. INFJ മെയിൽസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അതിനു മുമ്പ് ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെൻസിറ്റീവായ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഒരുപാട് എന്താ പറയുക, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ് INFJ മെയിൽസ് എന്ന് പറഞ്ഞാൽ. വളരെ റെയറായിട്ടുള്ള, ഈ ലോകത്ത് ഏകദേശം ഒരു 1.5% മാത്രം ഉള്ള ആളുകളാണ് INFJ മെയിൽസ് എന്ന് പറയുന്നത്. ഒരു INFJ ആണിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഈ പവർ വല്ലാണ്ട് എക്സേർട്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കില്ല. അവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫെമിനൈനായിട്ടുള്ള ട്രൈറ്റുകളുള്ളവർ. ഫെമിനൈൻ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിരിക്കും, കുറച്ചുകൂടി ലവിങ് ആയിരിക്കും, കുറച്ചുകൂടി കെയറിങ് ആയിരിക്കും. ഈ ഏട്ടായി കെയറിങ് വൈബ് അല്ല ഉദ്ദേശിക്കുന്നത്, കലിപ്പൻ വൈബ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആളുകളെയൊക്കെ നല്ല രസമായിട്ട് സംസാരിക്കുന്ന സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആ ടൈപ്പ് ആളുകളായിരിക്കും INFJ മെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ INFJ മെയിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ സ്വപ്നം കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് വലിയൊരു സാധനമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് വിചാരിക്കുക. ഒരാളെ നമുക്ക് ഇഷ്ടമായി, അയാളുമായിട്ട് കുറേ കാലത്തെ ഒരു ലൈഫൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് എങ്ങനെയായിരിക്കും, കുട്ടികളുണ്ടായി എങ്ങനെയായിരിക്കും, നമ്മളൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയി എങ്ങനെയായിരിക്കും, നമുക്ക് സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും സാധനം. അയാളൊത്തുള്ള ആ ഒരു ടൈമും സംഗതികളൊക്കെ തന്നെ INFJ മെയിൽസിൻ്റെ പ്രത്യേകത. ഈ INFPക്കാർക്ക് ഈ സാധനം ഉണ്ട് കേട്ടോ. INFPക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കാണുമ്പോഴേക്കും ഒരു സ്വപ്നം കണ്ടു തുടങ്ങും ഭയങ്കരമായിട്ട്. പക്ഷെ അതവർ ഷെയർ ചെയ്യണമെന്നില്ല. INFJ ആളുകൾ എന്താ വെച്ചാൽ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരത് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടില്ല. പിന്നെ INFJസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സ്വപ്നം കാണുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഫീലിങ്സിനും ഇമോഷൻസിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ സ്വപ്നങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളുണ്ടാവും. നമ്മൾ വിചാരിക്കും ആ സമയത്ത് വളരെ പാഷനേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഫീലിങ്സ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ, ആ ഒരു സാധനമായിരിക്കും നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ഇന്ധനമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ലൈഫ് നമുക്ക് അത്രയും ഒരു സമാധാനം തരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന, നമ്മളത്രയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു സ്വപ്ന ലോകത്തായിരിക്കും INFJ ആളുകൾ ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 10 പൈസ കയ്യില്ല വിചാരിക്കുക, ഒരുപാട് പ്രശ്നമുണ്ട് വിചാരിക്കുക, ഒരുപാട് സ്ട്രെസ് അടിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് വിചാരിക്കുക. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നമ്മുടെ ലൈഫ് ഇങ്ങനെയാക്കണം, വൺ പ്ലാനിങ്ങാണ്, ഒരു സ്വപ്ന ലോകത്തായിരിക്കും എപ്പോഴും. ഇതൊരു തരത്തിൽ പറഞ്ഞ് ഈ മലർപ്പിടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ പലപ്പോഴും പോക്കുണ്ട്. അതായത് നമ്മൾ വല്ലാണ്ട് ഫ്യൂച്ചറിൽ ഈ സ്വപ്ന ലോകത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയൽ ലൈഫായിട്ടുള്ള ടച്ച് പലപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും, ഇത് പലപ്പോഴും ഇങ്ങനെ നീട്ടി വയ്ക്കും. ഇത് ഇപ്പോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, കുഞ്ഞു കാര്യമായിരിക്കും, ഇപ്പോൾ ചെറുതായിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരെന്താ വെച്ചാൽ ഇത് മടിയാണെന്നൊക്കെ പറയാം, വേണമെങ്കിൽ മടി എന്നൊക്കെ എടുക്കാം. പക്ഷേ ഇത് മടിയല്ല, നമ്മൾ സ്വപ്ന ലോകത്താണ് എപ്പോഴും, നമ്മളെപ്പോഴും ഫ്യൂച്ചറിലാണ് ജീവിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ പല കാര്യങ്ങളും പോവും. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ INFJ മെയിൽസിന് പാർട്ട്ണറായിട്ട് വരുന്ന ആളുകളോട് എനിക്കുള്ള ഒരു ചെറിയൊരു സജഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് INFJ മെയിലാണ് വിചാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട് INFJ മെയിലാണ് വിചാരിക്കുക, നിങ്ങളുടെ ലവർ INFJ മെയിലാണ് വിചാരിക്കുക. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനം എന്താ വെച്ചാൽ, നിങ്ങളെപ്പോഴും അവരെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കരുത്. അവരിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടും, അല്ലെങ്കിൽ ഒരേ ടൈമിൽ കുറേ ചിന്തകൾ അവരുടെ മൈൻഡിൽ വരുന്നവരെ ഒരു ബ്രെയിൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാവുന്ന ലെവലിലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പെട്ടെന്ന് നെർവസ് ആകും. അപ്പോൾ നിങ്ങൾ അവരെ കംഫർട്ടബിൾ ആക്കുക, അവരെ വല്ലാണ്ട് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അവരോട് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ, ഇങ്ങനെ സിമ്പിൾ സാധനങ്ങളൊന്നും അവർ ചെയ്യൂല. ടൈമിൽ ഭക്ഷണം കഴിക്കൂല, ടൈമിൽ കടന്നുറങ്ങൂല, രാത്രി ചിലപ്പോൾ ഉറങ്ങാണ്ടിരിക്കും. 2-3 മണിക്കൂറൊക്കെ സാധാരണ പലപ്പോഴും ഉറങ്ങലുള്ളൂ, ചിലർ 4-5 മണിക്കൂറൊക്കെ അത്ര ഉറങ്ങലുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങാൻ പറയുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ മതി. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ചോദിച്ചാൽ മതി, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം പൊതുവേ INFJ മെയിൽസിനോട് ആളുകൾ അങ്ങനെ ചോദിക്കലില്ല. ആളുകൾ എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ അവരോട് പറയുക, അല്ലാണ്ട് അവർക്ക് സുഖമാണ് അങ്ങനെയും ചോദിക്കൂല. അവരത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരത് പറയൂല എന്നല്ലോ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ INFJ മെയിൽസ് എപ്പോഴും
ഒരു കൊല്ലം കഴിഞ്ഞ് എനിക്കത് ചെയ്യണം, 2 കൊല്ലം കഴിഞ്ഞ് എനിക്കത് ചെയ്യണം, എനിക്ക് ആ രീതിയിൽ അടിപൊളിയാവണം എന്നൊക്കെ പറയുമ്പോൾ പറയാം ഇപ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതുകൂടി ഉഷാറായി ചെയ്യുക, ഇത് ചെയ്താലാണ് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാലാണ് അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ മൈൻഡിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കലി മെറ്റീരിയലൈസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവരോട് എന്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി ഇപ്പോഴത്തെ കാര്യം വൃത്തിയായി ചെയ്യേ, ഇപ്പോഴത്തെ കാര്യം നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവരോട് സംസാരിക്കും. അവർ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയില്ല ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതുപോലെ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയുക. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വിളിച്ചില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തൊരവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരിയ്ക്കുന്നത്. പക്ഷേ അവരോട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എത്ര ഹാപ്പിയാകുമെന്ന് പറയും, വളരെ ഹാപ്പി ആയിരിക്കും. അത് സംഭവം എന്താ വെച്ചാൽ പൊതുവേ തന്നെ ആളുകൾ ഒരു സെൽഫിഷായ ആളുകളായിരിക്കും ഈ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും ആളുകൾ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അവർ മറ്റുള്ളവരെ ഇങ്ങനെ പിഴിയാമെന്നല്ലോ. അപ്പോൾ ഈ INFJ മെയിൽസിനെ ഒരുപാട് ആളുകൾ പിഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പിഴിഞ്ഞിട്ട് ചണ്ടി കണക്കേ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് മധുരവും കുറച്ച് മാംസളമായ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർ നമ്മൾ ഊതി ജീവൻ വെപ്പിക്കുക എന്നൊക്കെ പറയൂലേ. ഇപ്പോൾ തുമ്പീനെ, ഒരു ചത്ത തുമ്പീനെ ഊതി ജീവൻ വെപ്പിക്കാൻ രീതിയിൽ ഉള്ള ഒരു സാധനം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നൊരു സാധനം എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ആ തുമ്പീനെ എന്താ പറയുക ജീവൻ വെപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അത് കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ ഈ നിസ്സാരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. നമുക്കൊന്നും ഈ നിസ്സാരമായ കാര്യങ്ങൾ പോയി ഉമ്മമാർക്ക് ചെയ്യാൻ അറിയൂലേ. അങ്ങനെയല്ല, അത് വേറെ സാധനം. നിങ്ങൾ അവരോട് ഒരു വലിയൊരു സാധനം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആ സാധനം കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ സോൾവ് ചെയ്ത് തരും. പക്ഷേ ഈ കുഞ്ഞു സാധനങ്ങളൊന്നും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് അവരുടെ മൈൻഡ് അവിടെയല്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, മൈൻഡ് അതിലല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ വിഡ്ഢികളാണ്, അല്ല ഒരിക്കലും അല്ല. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഒരു INFJ മെയിലിൻ്റെ ലൈഫ് കട്ടപ്പുറത്താവാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കുഞ്ഞു കാര്യങ്ങളിലൊക്കെയാണ് അവർ വീണ് പോകുക. വലിയ കാര്യങ്ങളൊന്നും അവർക്ക് വലിയ പ്രശ്നമായിരിക്കില്ല. എൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു സാധനം അവസാനം വരെ കൊണ്ടുവച്ച് അവസാനം കൊണ്ടേ കൊളാക്കും. അത് നിസാര കാര്യങ്ങളുടെ പേരിലൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് ആ സമയത്ത് സങ്കടമായിട്ടുണ്ടാവും, ആരെങ്കിലും അവരോട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടാവില്ല, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കില്ല. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അത് ചില കാഴ്ചകളൊന്നും അവർ ജന്മത്ത് മറക്കൂല, അതൊക്കെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ആ സ്ഥലത്ത് പിന്നെ അവർ പോകില്ല. ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില കോഴ്സ് നിർത്തിപ്പോരും. ചില ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവരെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ പറയാൻ വന്നിട്ടുണ്ടായിരിക്കും. അതൊന്നും മറ്റാൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവരെന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ഈ INFJ മെയിൽ തന്നെ പോയിട്ടുണ്ടാവും. പക്ഷേ INFJ മെയിലല്ല സോറി പറയേണ്ട ആളായിട്ടുണ്ടായിരിക്കും, എപ്പുറത്തുള്ള ആളായിരിക്കും. പക്ഷെ എന്നാലും ഇവർ സോറി പറയും, കാരണം അവർക്ക് കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് വിഷയം, എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ, ഞാൻ ഇടപെടേണ്ടതുണ്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, എന്തെങ്കിലും ലൈഫിൽ പ്രശ്നങ്ങളുണ്ടോ, ഒക്കെ ആയിട്ടിരിക്കണോ, ചോദിക്കുക ഇടയ്ക്ക്, സന്തോഷമാകും. അല്ലെങ്കിൽ ഇങ്ങനെ പറയുക I am here for you, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുക, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതാണ് INFJകളുടെ ഒരു സ്വപ്നലോകം. INFJ മെയിലിൻ്റെ. INFJ ഫീമെയിലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ബോൾഡാണ് മാത്രമല്ല, അവർ കുറച്ചുകൂടിയൊക്കെ ഒരു വേറൊരു എനർജി എക്സൂഡ് ചെയ്യുന്ന ആളുകളാണ്. INFJ മെയിൽസ് അങ്ങനെയല്ല, പഞ്ചപാവങ്ങളാണ്, പെട്ടെന്ന് നെർവസ് ആവും. അവരോട് ചൂടാവാണ്ടിരിക്കുക, കൂളായിട്ട് സംസാരിക്കുക, അവരോട് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നെ അവർ ഭയങ്കര ഷൈയാണ്, അവർ കയ്യിലൊന്നും അങ്ങോട്ട് കയറി പിടിക്കുക സാധനം ചെയ്യരുത്, പൊട്ടിപ്പോവും ചിലപ്പോൾ അവർ. അങ്ങനെയല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരോട് എന്താ പറയുക, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചേർത്ത് പിടിച്ച് മൃദുവായിട്ട് അവർ ഡീൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവർ ആ സ്വപ്ന ലോകത്തിൻ്റെ കൂടെ തന്നെ റിയൽ വേൾഡിൽ കൂടി അവർ ജീവിക്കും. ഞാൻ ലൈഫ് അടിപൊളിയായിരിക്കും, നിങ്ങൾക്കും ലൈഫ് അടിപൊളിയായിരിക്കും. അവർക്കിങ്ങനെ കുഞ്ഞു സാധനങ്ങളിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് വലിയ ഹെൽപ്പ് ചെയ്തു തരും. ചോദിക്കാണ്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്ത് തരും. പക്ഷേ ഒരു പ്രത്യേക ലെവൽ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആളുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു മാറി നിൽക്കലുണ്ട് എല്ലാത്തൊന്നും INFJ മെയിൽസ്. അപ്പോൾ നിങ്ങൾ അവരെ ഇങ്ങനെ കുഞ്ഞു രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, സംസാരിക്കുക, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, നിങ്ങളൊരു പ്രശ്നത്തിലേക്ക് പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഏറി ഇടപെട്ടിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അവരതിനെക്കുറിച്ച് ആലോചിക്കും, ഇടപെടും. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലും പറയുന്നുണ്ടായിരിക്കുക. പിന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.